ചികിത്സ ലഭിക്കാതെ വീട്ടിൽ നടന്ന പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ഭാര്യയുടെ ആദ്യ 3 പ്രസവവും സിസേറിയനായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തത് സുഖപ്രസവമാകാനുള്ള സാധ്യത കുറവാണ്. ഇതറിഞ്ഞു വച്ചുകൊണ്ടാണ് വീട്ടിൽ ഇയാൾ ഭാര്യയെ ചികിത്സിച്ചത്. ഇത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമായി മാറുന്നുണ്ട്. ഷമീറ ഗർഭിണിയാണെന്ന് അയൽക്കാർ അറിഞ്ഞിരുന്നില്ല. വീടിന്റെ പടിയിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്ന ഷമീറയോട് സംസാരിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്നും ആദ്യത്തെ 3 പ്രസവം സിസേറിയൻ ആയിരുന്നുവെന്നും അവരറിഞ്ഞത്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണമെന്ന് അവർ നിർദ്ദേശിച്ചു. പിന്നീട് ഷമീറയെ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിൽ നിന്ന് നയാസ് തടഞ്ഞു. മക്കൾക്ക് പോളിയോ പോലും കൊടുക്കാൻ സമ്മതിക്കാത്ത നയാസ് മകളെ അംഗൻവാടിയിൽ ചേർക്കാൻ പോലും വിസമ്മതിച്ചിരുന്നു. കാരയ്ക്ക മണ്ഡപത്തിൽ എത്തുന്നതിന് മുൻപ് ഇവർ നെടുമങ്ങാടായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് എത്തിയിട്ട് 8 മാസം മാത്രമേ ആയിട്ടുള്ളൂ. വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് തങ്ങൾക്കറിയില്ലെന്ന് അയൽവാസികൾ പറയുന്നു. ഷമീറ മരിച്ച ദിവസം ഒരു വാഹനത്തിൽ പെൺകുട്ടിയുമായി നയാസ് വന്നു. ഇത് നയാസിന്റെ മണക്കാട് താമസിക്കുന്ന മറ്റൊരു ഭാര്യയിലുള്ള മകളാണെന്നാണ് വിവരം. 17 വയസ്സുകാരിയായ ഈ പെൺകുട്ടിയെ കൊണ്ടാണ് പ്രസവം എടുക്കാൻ ശ്രമിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ കുട്ടിയെയും പോലീസ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒന്നിലേറെ ഭാര്യമാർ ഇയാൾക്കുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഷമീറയ്ക്ക് പ്രസവ വേദനയുണ്ടായത്. അമിത രക്തസ്രാവമുണ്ടായി ഷമീറ ബോധരഹിതയായി. തുടർന്ന് ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. എന്നാൽ വിവരം പുറത്തറിഞ്ഞത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തതിന് ശേഷമാണ്. നയാസിനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു. കാരയ്ക്ക മണ്ഡപത്ത് പ്രസവത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും മരിച്ചതിന് കാരണം വ്യാജ അക്യുപങ്ക്ചർ ചികിത്സ എന്നാണ് ആരോപണം. പൂന്തറ സ്വദേശി നയാസിന്റെ 2ാം ഭാര്യ ഷമീനയും നവജാത ശിശുവാണ് മരിച്ചത്. തിരൂർ സ്വദേശി വ്യാജ അക്യുപങ്ക്ചർ സിദ്ധന്റെ ശിഷ്യനാണ് മരിച്ച ഷമീനയുടെ ഭർത്താവ് എന്നാണ് ആരോപണം. ജില്ലാടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ 10ഓളം പഠന കേന്ദ്രങ്ങളുണ്ട്. കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് തിരുവനന്തപുരത്തെ സെന്റർ. നയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വാർഡ് കൗൺസിലർ ദീപികയും രംഗത്ത് വന്നു. ആദ്യത്തെ 3 പ്രസവവും സിസേറിയനായതിനാൽ പലതവണ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടും നയാസ് ഗൗനിച്ചില്ലെന്ന് ദീപിക ആരോപിച്ചു. യൂട്യൂബ് നോക്കി സാധാരണ പ്രസവം നടത്താനാണ് ശ്രമമെന്ന് നയാസ് പറഞ്ഞതായും ദീപിക വെളിപ്പെടുത്തി. ഇവർ എൻ്റെ വാർഡിൽ വന്നിട്ട് 1 വർഷമായി. ഇവിടെ ഗർഭിണിയായ ഒരു യുവതിയുള്ള കാര്യം കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും വീടിനകത്ത് കയറാൻ അവർ അനുവദിച്ചില്ല. ഗർഭിണിയായ യുവതിയുടെ വിശദാംശങ്ങളും നൽകാൻ വിസമ്മതിച്ചു. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോയോ എന്ന് ചോദിച്ചപ്പോൾ പോയി എന്ന് മാത്രം പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല, ദീപിക പറയുന്നു. ആ സമയത്ത് അവർ 8 മാസം ഗർഭിണിയായിരുന്നു. സംശയം തോന്നി വീട്ടിൽ കയറി സംസാരിച്ചപ്പോഴാണ് ഇത് അവരുടെ 4ാമത്തെ പ്രസവമാണെന്ന് അറിയുന്നത്. ആദ്യത്തെ 3ഉം സിസേറിയൻ ആയിരുന്നു. 3ാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലായി. അവർക്ക് ഒരു കാരണവശാലും നോർമൽ ഡെലിവറി സാധ്യമല്ലാത്ത സാഹചര്യമാണ്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പോലും ആ സ്ത്രീക്ക് സംസാരിക്കാൻ ഭയമായിരുന്നു. അവർ ഭർത്താവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നുവെന്നും കൗൺസിലർ പറയുന്നു. എങ്ങനെയെങ്കിലും ഇവരെ ആശുപത്രിയിലെത്തിക്കണമെന്ന ചിന്തയോടെ ഞാൻ വീണ്ടും അവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. അരമണിക്കൂറോളം അവിടെ നിന്നു. കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ അയാൾ വാതിൽ തുറന്നു തന്നു. ഭാര്യ ഒരു കാരണവശാലും ആശുപത്രിയിൽ കൊണ്ടുപോകില്ല എന്നാണ് അയാൾ പറഞ്ഞത്, കൗൺസിലർ പറഞ്ഞു.